ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ പോയി ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഞാൻ BA ലിറ്ററേച്ചറാണ് ചെയ്തത്, പിന്നെ MBA ചെയ്തു. ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കാം എന്നെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചിട്ടാണ്. എനിക്കാ ചിന്ത വരാറുണ്ടായിരുന്നു. ഞാൻ റേഡിയോ ജോക്കി ആയിട്ട് ദുബായിലൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള RJs ഒക്കെ എൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ പേരിൽ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. അവർ വളരെ തമാശയായിട്ട് പറയുന്ന കാര്യം, പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഇൻഫീരിയോറിറ്റി കിടപ്പുണ്ട്. ഞാൻ മറ്റേ മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്കിതൊന്നും വരില്ല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വളരെ ഇൻഫീരിയർ ആയിരുന്ന ഇൻട്രോവേർട്ടായ ഒരു ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ട് നിർത്തിയതും ഇന്നിപ്പോൾ ഒരുപാട് പേരുടെ കഥകൾ കേൾക്കുന്ന ഒരാളായിട്ട് എന്നെ അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വലിയൊരു ജേർണി ഉണ്ട്, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലത്തെ ഒരു ആത്മഹത്യാശ്രമമുണ്ട്, അതിൽ നിന്നുള്ളൊരു തിരിച്ചുവരവുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ട്. സോ മെനി തിങ്സ്. ആൻഡ് ഇതിനിടയ്ക്ക് ഒരു അടിപൊളി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. സോ ഐ ഹാവ് ബീൻ ദെയർ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലൈഫിൽ ഞാൻ എത്തിയ ഒരു പോയിന്റിൽ എനിക്ക് ശരിക്കും റിയലൈസേഷൻസ് ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, ഇവർ പലരും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. ലൈഫിൻ്റെ ഒരു പോയിൻ്റ് വരെ ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം പഠിക്കുമായിരുന്നത് കൊണ്ട് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേർഡൻ ഉണ്ടായിരുന്നു. ആൻഡ് വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ. മൂത്ത കുട്ടികൾക്കറിയാം മിക്കപ്പോഴും ഒരു ഗോൾഡൻ ചൈൽഡ് ആയിട്ടായിരിക്കും നമ്മളെ വളർത്തുക. അപ്പോൾ ഈ ഗോൾഡൻ ചൈൽഡ് സിൻഡ്രോം കിട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഈവൻ നമ്മുടെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പ് പോലും ഫിക്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ പോലും ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഫിക്സ്. വീട്ടിൽ എന്തൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായാലും നമ്മളാണ് ടേക്കപ്പ് ചെയ്ത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഗോൾഡൻ ചൈൽഡ്. പിന്നെ എല്ലാവരുടെ എക്സ്പെക്റ്റേഷൻ്റെ ഭാരം. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും മിക്കവാറും വീട്ടിലെ മൂത്ത കുട്ടികൾ വളർന്നു വരിക. അല്ലെങ്കിൽ മൂത്ത കുട്ടികളല്ല, വീട്ടിൽ പ്രത്യേകിച്ചൊരു ടാലൻ്റ് ഉണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് ഈ ഒരു സംഭവം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഗോൾഡൻ ചൈൽഡ് ഞാനായിരുന്നു. എൻ്റെ അനിയൻ ആദ്യമേ പ്രഖ്യാപിച്ചു അവന് പഠിക്കാൻ വലിയ താല്പര്യമില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻസിൻ്റെ ഭാരം എൻ്റെ മേലെ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു അത് പഠിക്കണ്ട, കുറച്ചും കൂടെ ജോലി സാധ്യതയുള്ള വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ അതിലേക്ക് ഞാൻ എത്തിയത് ഈ പറഞ്ഞതുപോലെ കിട്ടിയതിലൊക്കെ സസ്റ്റെയിൻ ചെയ്തു. അവിടെ നിന്ന് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളത് കോൺസ്റ്റൻ്റ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഞാൻ ഇരുന്നിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. 2025 എന്തൊക്കെ ചെയ്യണം, ആരെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ വിഷൻ ബോർഡ്? 2025 വേണ്ടിയിട്ട് ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. അതിനകത്ത് എന്തൊക്കെ ചെയ്യണം, കരിയറിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, ഇതൊക്കെ വെച്ചിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ചോദിക്കുമായിരുന്നു, ചേച്ചി ഈ വിഷൻ ബോർഡൊക്കെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. ആ എക്സാമ്പിൾ ഞാൻ നിങ്ങളോടും പറയാം. അതായത് നിങ്ങൾക്ക് തൃശ്ശൂരാണ് പോകേണ്ടതെന്ന് വിചാരിക്കാം. എന്നെങ്കിലും നിങ്ങൾക്ക് തൃശ്ശൂർ എത്തണം, അല്ലെങ്കിൽ ഏകദേശം ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തൃശ്ശൂർ എത്തണമെന്ന് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം തൃശ്ശൂർ എത്തുക എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ പോകുമെന്നൊന്നും നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ആ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോലും അറിയാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് എവിടെ തൃശ്ശൂരെന്ന് ബോർഡ് വെച്ചൊരു വണ്ടി പോയി കഴിഞ്ഞാലും വേറെ ഒന്നും കണ്ടില്ലെങ്കിലും നിങ്ങളത് കാണും അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിൽ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും മറക്കണം എന്ന് ഓർക്കുമ്പോൾ അവരുടെ പേരെഴുതിയ വണ്ടി പോകും എന്ന് പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും തൃശ്ശൂർ എന്ന് ബോർഡ് വെച്ചൊരു വണ്ടി, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാനുള്ള സാധ്യത കുറയും. അല്ലെങ്കിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വെറുതെ ശ്രദ്ധിക്കും, എന്നിട്ട് അടുത്ത് പോയിട്ട് ചോദിക്കും നിങ്ങൾ തൃശ്ശൂർ എവിടെയാണെന്ന് ചോദിക്കും അല്ലേ? ആ ചോദ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനിലും വിഷ്വലൈസേഷനിലും ഒക്കെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഐ ഹാഡ് എ ഗോൾ. ചില സ്ഥലങ്ങളിൽ എനിക്ക് എത്തണം എന്നുള്ളത് എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്ന് വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതല്ല. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഐ കുഡ് സെൻസ്, ഞാൻ ഭയങ്കര ഓപ്പണായിരുന്നു ഓപ്പർച്യൂണിറ്റീസ് എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ എല്ലാ സമയത്തും ഞാൻ ഒരേ ജോലിയല്ല ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ട്, അതും ചെയ്യുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പോയി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം അല്ല. ബട്ട് ഐ മേഡ് ഷുവർ എല്ലാ സമയത്തും ചെറുതായാലും വലുതായാലും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഇൻകം ഉണ്ട് എന്നുള്ളത്.